കഴുകി പാത്രത്തിലോട്ടിടുക. ഷാജിയണ്ണൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. കണ്ട നമ്മുടെ അസ്ത്രം ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുക. വേവായ മാമ? ഓ ഇല്ലല്ലേ. എല്ലാരും വന്നാ ഉപ്പ് നോക്കുന്നേ? എല്ലാരും ഉപ്പ് നോക്കുക. ശ്രീനാരായണ ഗുരുദേവന്റെ 98ാമത് മഹാസമാധിയാണ്. 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച കന്നി 5. രാവിലെ തന്നെ ഗുരുദേവ മന്ദിരം തുറന്ന് വിളക്കൊക്കെ കത്തിച്ചു. രാവിലെ ഗണപതി ഒരുക്കൊക്കെ റെഡിയാക്കി. എല്ലാവരും ചിറ്റാർ തെക്കേക്കര ഗുരുദേവ മന്ദിരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കഞ്ഞിയും അസ്ത്രവുമാണ്. അപ്പോൾ അതിനുള്ള പരിപാടികൾ മുന്നോട്ട് നീക്കുകയാണ്. ഇപ്പോൾ ഓരോ ആൾക്കാർ തേങ്ങ, പച്ചക്കറി, അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേനയും ചേമ്പും ഒക്കെ ചിരണ്ടുകയാണ്. കണ്ടില്ലേ? പയറ് വെള്ളത്തിൽ ഇടുകയാണ് നമ്മുടെ രാഗിണി ചേച്ചി. കണ്ട പയറ് വെള്ളത്തിൽ ഇട്ടു. പൊടി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. താഴെ ടാങ്കിൽ പോയി വെള്ളം പിടിച്ച് ജാറിൽ കൊണ്ടുവന്ന് നമ്മളിവിടെ നിറയ്ക്കുമോ അല്ലയോ? ഇല്ലേ പൊടി വെള്ളം നിറയ്ക്കുമോ? അതിലെ പൊടി വെള്ളമൊക്കെ നിറയ്ക്കുവാണ്. വെള്ളമൊക്കെ നിറയ്ക്കുവാണ്ടോ പാത്രത്തിൽ. നമ്മളിവിടെ അടുപ്പ് കൂട്ടാനുള്ള പരിപാടിയിലാണ്. നേരത്തെ ഉള്ള ഒരു അടുപ്പായിരുന്നു. കഞ്ഞി വെക്കാനുള്ള ചെമ്പൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നത് കണ്ടോ. സദാശിവമാവനുണ്ട്, വിജയമാവന്, എല്ലാവരും ഉണ്ട്. കഞ്ഞിയായിട്ട് ചെറിയ ചെറിയ കുഴപ്പമില്ലയോ? മതിയല്ലേ? ഉണ്ടോ ചേമ്പൊക്കെ ചിരണ്ടി ഇട്ടേക്കുവാ. ചിരണ്ടുന്നവരെ കാണണ്ടായതേ, കണ്ടില്ലേ? ഇത്രയും പേര് ഇരുന്നാണ് ചേമ്പൊക്കെ ചിരണ്ടുന്നത്. ഇനി ചേനയുണ്ട്, ഏത്തയ്ക്കുണ്ട്. കണ്ട അടുപ്പ് കൂട്ടുക. പൊടിയാണ് അടുപ്പൊക്കെ കൂട്ടി റെഡിയാക്കുന്നത്. തീ കത്തിച്ചോ? ആ തീ കത്തിച്ച്. ഇപ്പൊ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോ അറിയാമല്ലോ. തീ അടിപൊളിയായിട്ട് കത്തുവാണ്. തീ കത്തിച്ച് എന്തോ കഴുക്കോലൊക്കെയാണോ വിറകായിട്ട് എടുക്കുന്നത്? എന്തോ ചെയ്യാനല്ലയോ? അപ്പോൾ അടുപ്പിൽ നമ്മുടെ കഞ്ഞി വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യുകയാണ്. സീറ്റിംഗ് ഒക്കെ ആക്കി വെക്കുക. എല്ലാത്തിനും മേൻതോട്ടം നമ്മുടെ പൊടിയാ. മോനാണ്, വട്ടക്കുടത്തിലെ മോനാണ് തേങ്ങ പൊട്ടിക്കുക. എന്നിട്ട് ഈ വെള്ളം പുള്ളിക്കാരൻ തന്നെയാണ് കുടിക്കുന്നത്. വെള്ളം കുടിക്കുമെന്നോ മോനാണോ തേങ്ങ വെള്ളമാണോ കുടിക്കുന്നത്? ഷാജിയണ്ണൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. കണ്ട കഞ്ഞി വെക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിക്കുക. ഷാജിയണ്ണ എന്തോ കണ്ണിലോട്ട് പോയടിക്കുന്നുണ്ടോ? എന്തോടെ വെള്ളം മാത്രമേ ഉള്ളൂ? പണ്ടാവെന്ന് അറിഞ്ഞല്ലോ. മതി. മോനാണ് തേങ്ങയൊക്കെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്താണ് എന്തോ വാളും കൊണ്ട് അറക്കുന്നേ? വിറവ് ഉണ്ടാക്കുന്നോ? കഴുക്കോലാന്ന് തോന്നുന്നല്ലോ വെട്ടിമുറിക്ക്. അയ്യോ അറുത്തെടുക്കുന്നേ. പഴയ കഴുക്കോല അല്ലയോ? നല്ല വാള. എത്രയായി? അത്രേ ഉള്ളൂ. കുറച്ച് അരവി തോട്ടിയെല്ലാം കൂടെ 30,000 രൂപയൊക്കെയാണ് KSE വാങ്ങിക്കുന്നത്. ഇതിനോ? ആ ഇതിന്റെ ഈ മേളിലോട്ടെ 2-3 മേളിലോട്ട് കിളത്താം. അലവരി ഫൈബർ അല്ലെന്ന് അലവനിയും. ചട്ടിക്കേടെന്ന് മേടിച്ചല്ലേ? ഒരെണ്ണം കിണറ്റിൽ പോയി. കിണറ്റിനകത്തൊരു തൊണ്ടി വളരുന്നുണ്ടായിരുന്നു. അത് മുറിക്കാൻ നോക്കി.
അത് വെള്ളം പറ്റിയപ്പോ എടുക്കത്തില്ല. അപ്പൊ ഇതിന് ഞാൻ പ്രത്യേക വലകെട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് വെച്ച് ചെയ്തിട്ട് അരി കഴുകുക. കളർ കണ്ടോ, ചുമാന്നിരിക്കുന്നത്. തൈമാമൻ അരി കഴുകുന്നത് കേട്ടോ. കേട്ടോ അരിയൊക്കെ കഴുകി അതിൻ്റെ വെള്ളം ഊറ്റുക. ഭയങ്കര കളറ് ചേർക്കുന്നതായിരിക്കും ഇല്ലയോ? ഉള്ളി പൊളിക്കുന്നോ? ഉള്ളി ആ എല്ലാരും പ്രാർത്ഥനയിലാണ്. സലീമണ്ണൻ തേങ്ങ പൊട്ടിച്ച് വെള്ളം തന്നെ ബക്കറ്റിൽ ഒഴിക്കുക. ഉണ്ടല്ലേ, വെള്ളം ചൂടായി, അരി ഇടാൻ പോവാ. അരി ഇട്ട് അരി ഇടും. അരി കഞ്ഞി ഇപ്പം റെഡിയാവും. തേങ്ങ പൊട്ടിച്ച് പുളാൻ പോകും. വെളുത്തുള്ളി പൊളിക്കുന്നോ? വെളുത്തുള്ളി പൊളിക്കുന്നോ? അയ്യോ സുജാതമ്മ ഞാൻ കണ്ടില്ല. ഉള്ളി പൊളിക്കാം, വെളുത്തുള്ളി വെളുത്തുള്ളി പൊളിക്കാം. ചേനയാണോ? ആ തരാം. ഉണ്ടോ ചേന എത്തുമോ? ചേനയൊക്കെ ചിരണ്ടി ചെത്തി കീറിയിടുക. കന്യഞ്ചിന് അസ്ത്രവും കഞ്ഞിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ ഒരു മലയാളം വരുന്നുണ്ടോ? അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടേ. അതുകൊണ്ടോ ആ തേക്കായി കാണുന്നേ, തേക്കയിൽ ഇരിപ്പുണ്ട് കണ്ടോ. തോട് പമ്മിയിരിക്കും അവിടെ. കണ്ടോ മലയാളം പാത്തിരിക്കുന്നുണ്ടോ? നല്ല ഉയരത്തില്ല, അതാ കാണാത്ത. ഈ ഒരു ലൊക്കേഷനിൽ കാണാം. ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും വന്നിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ട് സുരേഷ് അണ്ണനെ, പ്രമാവനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര തകൃതിയായ പണിയിലാണ്. അരിയാനില്ല, നേരെ ഒത്തിരി ആകുക. അരിയാൻ കീറുകയും ചെയ്യാം മുളക് കേട്ടോ. വെള്ളം ഒഴുകി തരി നമുക്ക് വേറൊരു ലതാമായി വന്നിട്ടുണ്ട്. ബാബു അണ്ണനെ കണ്ടോ, തേങ്ങാ പൂളുവാ. ചെറിക്കല്ലേ, ചെറിക്കും അല്ല പച്ചത്തേങ്ങ ഉണ്ടോ? ലവോട്ട് കൊണ്ടുവച്ചേ, അത് വേണമെങ്കിൽ ആവശ്യം. കണ്ടോ ചേനയൊക്കെ കഴുകാൻ പോവല്ലേ? ഈ താഴെ പോണമല്ലോ കഴുകാൻ വേണ്ടി. ടാങ്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചേനയും ചേമ്പും ഒക്കെ കഴുകാൻ പോവാ. സലീമണ്ണനെ എല്ലാവരും ഉണ്ട്. കണ്ടോ ചേമ്പ് കഴുകുക. ചേന ഇനിയും കഴുകാറുണ്ട്. എല്ലാവരും കഴുകുവാണോ? കണ്ടോ താഴെ ടാങ്കിൻ ചോടി പോയി ചേമ്പൊക്കെ കഴുകിയിട്ട് ചേമ്പും കൊണ്ട് വരുക. ചേനയും ചേമ്പും ഒക്കെ കഴുകിയതേ, ചേനയില്ലേ? ആ ചേമ്പ് കഴുകി കൊണ്ടുപോവാണ്. കണ്ടോ ഇതേ ഇവിടാണ് നമ്മുടെ ശാന്തിയൊക്കെ കണ്ടേ ഇവിടെ വന്നിപ്പോണ്ട്.
ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കും. പോയിക്കുന്നേ മനുഷ്യൻ എന്ന് പറഞ്ഞ അടുപ്പിൽ ഊതുന്ന സനയാണോ അടുപ്പിൽ ഊതുന്നേ? കുടിക്കാനുള്ള വെള്ളമല്ലേ, ചൂടുവെള്ളം. ആ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ സനയാണ് ഈ ഊതുന്നത്. സനയാണ് ഇത് തുറന്നു നോക്കുക എന്തോ ആയെന്ന്. കഞ്ഞി വല്ലതും ആയോ? ആയോണോ? ഇത് അരയ്ക്കാൻ പോകും. പച്ചക്കറി എല്ലാം കഴുകി വാരുക. കണ്ടോ, സൈത്തണ്ണനും ഫാമിലിയും എത്തിയിട്ടുണ്ട്. അയ്യോ, കണ്ടോ, അസ്ത്രം റെഡിയാക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ, ഈ ഒരടുപ്പിലാണ് അസ്ത്രം റെഡിയാക്കുന്നത്. കഞ്ഞി അവിടെ, വെള്ളം അവിടെ. കണ്ടോ, അസ്ത്രം വെക്കാൻ വേണ്ടി അടുപ്പ് കൂട്ടുക. അങ്ങനെ നമ്മളിവിടെ തീ കത്തിച്ചു. വേറെ ഒക്കെ വെച്ച് തീ കത്തിക്കുമോ? കണ്ടോ, എല്ലാം നല്ല അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കും. എനിക്ക് വെള്ളം ഒഴിക്കുക. വേണം വെള്ളമൊക്കെ എടുത്ത് അടുത്ത വെള്ളം തിളപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പം കഞ്ഞിക്ക് ഒഴിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത വെള്ളം ഇവിടെ തന്നെ തിളപ്പിക്കാൻ പോവാണ്. സനയണ്ണം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയി തിളപ്പിക്കാനുള്ള പരിപാടിയാണ്. നമ്മള് അസ്ത്രം വെക്കാനുള്ള വാർപ്പ് പൊക്കി വെക്കുക. ഉണ്ടോ, താത്തു വെക്ക. വാവ്, സൂപ്പർ. അപ്പോൾ സനോയാണ് വെള്ളമൊക്കെ ഒഴിക്കുകയാണ്. അസ്ത്രം റെഡിയാക്കുക. ശ്യാമളമ്മയാണ് മെയിനായിട്ട് പാചകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അസ്ത്രം റെഡിയാവുക. സുരേഷനൊക്കെ ഇല വെട്ടിക്കൊണ്ടുവരും. എന്താണ് ഇല വെട്ടിക്കൊണ്ടുവരുന്നത് ഇപ്പോഴേ? അത് ശരി, പായസം. കഞ്ഞി അസ്ത്രം വെക്കുന്നിടത്ത പായസം. നമ്മുടെ സനവേണം വരുന്നുണ്ട്. മുഖമൊക്കെ മറച്ചാ വരുന്നത് കേട്ടോ. എല്ലാം അടച്ചു വെക്കാൻ വേണ്ടിയാ. ഇപ്പം കേട്ടോ, വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ മണ്ടയ്ക്ക് അങ്ങോട്ട് ഇടാൻ പോവാം. ഇലയൊക്കെ ഇട്ട് അടച്ചങ്ങോട്ട് വെക്കുക. ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കഞ്ഞി സെറ്റാക്കുവാണ്. നമ്മുടെ സനയാണ് കഞ്ഞിയുടെ നേതൃത്വം വഹിക്കുന്നത്. പ്ലാവലയൊക്കെ എടുത്ത് കുമ്പിള് കുത്തുക കഞ്ഞി കുടിക്കാൻ വേണ്ടി. ആരാ ഉണ്ടാക്കുന്നേ? എല്ലാരും ഉണ്ട്. സനയാണ് ഇവിടെ ഇരിപ്പുണ്ട്. രാഗിണി അമ്മ, ഉഷാമ്മ, ജഗദമ്മ, വത്സമ്മ, ലീലാമ്മ. അപ്പുറത്തൊരു അമ്മേനെ പോണ്ട. അമ്മ വയ്യാതെ മാറിയിരിക്കുക. അമ്മ വേണ്ടത്തില്ല. അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ. എന്തിയാ ഉണ്ടാക്കിയ കുമ്പിളൊക്കെ എന്തിയാ വെച്ചാൽ ഇവിടെ വെച്ചേക്കുന്നല്ലേ? ആ, കണ്ട് 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 കണ്ട്. ഇതൊക്കെ പണ്ട് കാണാനേ ഉള്ളായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് അത് തന്നെ നമുക്കിപ്പം കാണിച്ചെടുക്കാം. അതേ പഴുത്ത പ്ലാവില ഈർക്കിലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നേടെ നമ്മുടെ ലീലാമ്മയാണെങ്കിൽ അത് കുത്തുന്ന കണ്ടോ, വേണ്ട ഇങ്ങനെ മടക്കി ഉണ്ട്. ആ, ലീലയമ്മ കണ്ടോ. ആ, ഇവ നമ്മുടെ ജഗദമ്മ കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, കഞ്ഞി കുടിക്കാൻ വേണ്ടി. ആ, സൂപ്പറായിട്ടുണ്ട്. അപ്പം കഞ്ഞി അസ്ത്രമൊക്കെ കുടിക്കാൻ വേണ്ടി ഇതേ പാത്രം കഴുകാണ്. ഗീതാമ്മയും സുജാതാമ്മയും കൂടെ ചേർന്ന്
എടുക്കാൻ വയ്യാത്ത ഒരു പിന്നെ ജാറ് കൊണ്ടുവച്ചേക്കോണോ? എല്ലാവരും പാത്രമൊക്കെ കഴുകാനുള്ള തയ്യാറെടുപ്പാണ്. സുജാതമ്മ വട്ടക്കുടത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇതിൽ ഒഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകാൻ റെഡിയാക്കിയിട്ട് വെള്ളം കൊണ്ട് അങ്ങോട്ട് പോവാം. ഉണ്ടോ, എല്ലാവരും കഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഞ്ഞി അടപ്പയിരിക്കുന്നേ ഉള്ളൂ, തിളച്ച് വരുന്നു. പ്രഹമാമനെ കഞ്ഞി വെന്തോന്ന് നോക്കുക, ഇളക്കി. വേവായ മാമ? ഓ ഇല്ലല്ലേ. ഉണ്ടോ, അസ്ത്രം റെഡിയാവുന്നു. അപ്പോൾ കഞ്ഞി റെഡിയായി. ഇത് വാങ്ങി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വാങ്ങി വെക്കുക. കണ്ടോ, നമ്മുടെ അസ്ത്രം ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക. വത്സലാമ്മയും ചന്ദ്രികാമ്മയും കൂടെ അസ്ത്രം ഇളക്കുക. കണ്ടോ, ഗണപതി ഒരുക്കിൻ്റെ പ്രസാദം എല്ലാവർക്കും വിളമ്പ്. കണ്ടോ, എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്യുക. വെള്ളം ഒഴിച്ചത് കണ്ടല്ലോ, ഇനിയും വെച്ചാലും ഇതുപോലെ ഏറെ വെള്ളം ഒഴിച്ച് വെച്ചോ. ഇതുപോലെ കഷ്ണമില്ല, കഷ്ണം നമ്മളെ കൈ കൊള്ളും. കൈ കൊള്ളു. അതാ ഞാൻ കൊള്ളിക്കളഞ്ഞു. എന്നാ ഇച്ചിരി വേണ്ട, എനിക്ക് പിന്നെ എല്ലാരും വന്നാ ഉപ്പ് നോക്കുന്നേ. എല്ലാരും ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കുന്നല്ലേ? ഉപ്പ് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഉപ്പുണ്ടല്ലേ? ഗണപതിക്ക് വെച്ചപ്പോഴും ഞാൻ ആദ്യമേ കഴിച്ചാ ഇതും അതുപോലെ അടിപൊളി. അടിപൊളി. കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അസ്ത്രം അത് നമ്മൾ ഇങ്ങോട്ട് പകർന്നെടുക്കുക. കണ്ടില്ലേ? ഇതേ നമ്മുടെ വാവേണ എത്തിയിട്ടുണ്ട്. ഇവിടെ അസ്ത്രം റെഡിയാക്കുക. കേട്ടോ, പാത്രത്തിലോട്ട് മാറ്റുവാണ്. പിന്നെ നമ്മുടെ എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവരൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് കൊച്ചു വർത്താനം പറയുമോ? കണ്ടോ, ഇത് പിന്നെ എനിക്ക് കിട്ടിയില്ല, ഞാൻ കൊണ്ടിട്ട് വീട്ടിൽ കളിച്ച് ചേന അന്നേരം പറഞ്ഞായിരുന്നു. ഇവിടെ ചേന വന്നോ? പാൻ്റെ അടുത്ത് വെച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് പോവാം. കഞ്ഞി അസ്ത്രമൊക്കെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇത്രയും തേങ്ങ ബാലൻസ് വന്നിട്ടുണ്ട്. ലേലം വിളിച്ച് എല്ലാവർക്കും കൊടുക്കുക. ആരാണ് വിളിക്കുന്നത് അവർക്ക് കൊടുക്കുക. ഓരോ സെറ്റായിട്ട് നമ്മൾ മാറ്റുക. അപ്പം ലേലം വിളിക്കാൻ പോവാണ്. ആർക്കൊക്കെ വേണം എല്ലാവരും ലേലം വിളിച്ചെടുക്കുക. 3 കുമ്പളങ്ങ, 2, 4, 5, 6 സെറ്റ്. 2, 4, 5, 6, 7 സെറ്റ് തേങ്ങയും നമ്മൾ ഇത് ലേലം വിളിച്ച് ആരാണ് അവകാശികളോ അവർക്ക് കൊടുക്കുകയാണ്. ചെയ്തിരിക്കുന്നത് 5 തേങ്ങയും 5 തേങ്ങയും 3 പേർക്ക് കുമ്പളങ്ങ. 5 തേങ്ങ കുറയത്തില്ല. നല്ല തേങ്ങയാ, മുഴുപ്പുള്ള. കുമ്പളങ്ങ ഫ്രീ അവർക്ക്. കുമ്പളങ്ങ ഫ്രീ ആണോ? 150 രൂപ. 150, 150, 55, 60, 160, 160 രൂപ. 65, 165 രൂപ. ആരും വിളിക്കുന്നില്ലേ? 170 രൂപ. 170, 170 രൂപ ഒരു തരം. 75, 175 രൂപ ഒരു തരം. 180 രൂപ. 180 രൂപ ഒരു തരം.
190 രൂപ ഒരു തരം. എന്നാ പിന്നെ 200 രൂപ 190 രൂപ ഒരു തരം. 200 ആരാ? 2 പേരെ. 200 2 പേരെ. ആരെങ്കിലും ഒരാൾ മാറാല്ലെങ്കിൽ മാറിയോ? 200 രൂപ സഹദേവനല്ലയോ? 200 രൂപ ഒരു തരം. 2 3 തരം. അപ്പൊ ബുക്കിനകത്ത് ഇതാ 150. സഹദേവന്റെ കഴിഞ്ഞു. അടുത്ത 150 രൂപ. 150 രൂപ ഒരു തരം. 60 65 170 170 രൂപ. പ്രശ്നമാൻ വിളിച്ചിരിക്കും. 170. അതിനകത്ത് അങ്ങനെ കുറഞ്ഞു പോയി. 170 175 80 180 രൂപ. 180 ഒരു തരം. 180 രൂപ 2 തരം. 180 രൂപ 3 തരം. അതുകൂടെ നെഞ്ചു തരും. അപ്പം അത് പ്രശ്നമാണ്. 170 രൂപ. അടുത്ത 70 രൂപ. മൂന്നാമത്തെ ലേലോ അല്ലയോ? 170 170 ഇതാ 180 185 185 രൂപ. 185 രൂപ ഒരു തരം. 2 തരം. 190 190 190 രൂപ ഒരു തരം. 95 195 195 ഒരു തരം. 2 തരം. 3 തരം. 3 തരം. അപ്പൊ അത് മാറ്റിയല്ലേ? കുമ്പളങ്ങ തേങ്ങയും കൂടെ 80 85 85 90 95 200 200 200 200 രൂപ 205 രൂപ 205 രൂപ 205 രൂപ. വെക്കാട് വില കണ്ടോ? നോക്കണോ? 205 മാർക്കറ്റ്. ഒരു തരം. 2 തരം. 3 തരം. 3 തരം ഉറപ്പിച്ചു. ശശിയണ്ണനാ അടുത്ത കുമ്പളങ്ങ തേങ്ങ 150 രൂപ 170 180 190 200 രൂപ 200 രൂപ ഒരു തരം. 200 രൂപ 2 തരം. 200 രൂപ 3 തരം. 80 200 രൂപ 200 രൂപ 205 205 രൂപ 205 10 210 10 രൂപ 215 ഞാൻ 215 രൂപ 220 രൂപ 220 രൂപ 220 രൂപ ഒരു തരം. 220 രൂപ 2 തരം. 220 രൂപ 3 തരം. പൊതിക്കാത്ത 4 തേങ്ങയും പൊതിച്ച ഒരു തേങ്ങയും. അത് ലേലം വിളിക്കുവാണേ. 150 170 180 180 85 185 190 190 2 പേര്. ഒരാള് മാറി. 190 190 ഒരു തരം. 190 രൂപ 95 195 200 ലാസ്റ്റ് തേങ്ങ 200 രൂപ. അതെ പിടിക്കുവോ? 200 രൂപ 200 രൂപ തൊണ്ണു ഫ്രീ അല്ലയോ? 200 രൂപ ഒരു തരം. 205 205 രൂപ 205 രൂപ 205 രൂപ ഒരു തരം. 205 രൂപ 2 തരം. 205 രൂപ 3 തരം. അപ്പം ചേച്ചിക്ക് ഇരുന്നു. എടുത്ത് ഒന്ന് വിളിച്ചു പറ. സഹായം 200 ആദ്യത്തെ അല്ലല്ലോ അല്ലയോ? പുലിവാരത്തില് 180 220 രണ്ടെണ്ണം 400 രൂപ. ശ്രീലത 195 ശശി ഇരട്ടുകോട്ടിൽ 205 സുശീല 200 ശ്രീജ 205 എന്നെ കൊടുത്താണോ? അങ്ങനെ ലേലം വിളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കഞ്ഞി വസ്ത്രവും കഴിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മുടെ കന്നി അഞ്ചിൽ തന്നെ മഴ പെയ്യുന്നതാണ്. ഈ പ്രാവശ്യവും മഴ എത്തിയിരിക്കുകയാണ്. ചെറിയ രീതിയിൽ മഴ ചാർന്നു. അപ്പം സാധനങ്ങളെല്ലാം നമ്മളെ ഗുരുദേവ മന്ദിരത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ, മഴയൊക്കെ ചാറി. ഇപ്പം നമ്മൾ കഞ്ഞി വസ്ത്രമൊക്കെ റെഡിയാക്കി നമ്മളത്
നമ്മുടെ ഊട്ടുപുരയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വസ്ത്രം ഇവിടെ റെഡി ആയിരിക്കുന്നു. സുശീലണ്ണന് കഞ്ഞിയൊക്കെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് പകരുക. കഞ്ഞി വസ്ത്രമൊക്കെ ഗുരുദേവന് സമർപ്പിച്ചു. തുടങ്ങിയില്ല അല്ലേ? ഗുരുദേവന് കഞ്ഞി വസ്ത്രമൊക്കെ സമർപ്പിച്ചു. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റമോൾ എത്തിയിട്ടുണ്ട്. കുഞ്ഞാറ്റേ ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ എന്തായാലും ചെറിയൊരു മഴച്ചാറ്റലൊക്കെയാണ് നടന്നത്. വലിയ മഴയൊന്നും പെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ എല്ലാവരും കഞ്ഞി വസ്ത്രമൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഹായ് ടാറ്റ. ടാറ്റയൊക്കെ തന്നു കുഞ്ഞ്. കഞ്ഞിയൊക്കെ വിളമ്പുക. വസ്ത്രവും കൊണ്ട് നമ്മുടെ സുശീലണം വന്നിട്ടുണ്ട്. കഞ്ഞി റെഡി, വസ്ത്രം വിളമ്പി. അപ്പം അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ്. നമ്മുടെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ആദ്യം തയ്യാറായിരിക്കുന്ന പേരെന്തോ? ദേവിക. പേരെന്തോ? അർഷിത്. ആദിനാഥൻ. ആരിശനീഷ്. എല്ലാവരും കഞ്ഞി കുടിക്കുകയാണ്. കണ്ടോ, എല്ലാവരും കഞ്ഞി കുടിക്കുകയാണ്. കണ്ടോ, ലീലമായ പ്രശ്നമാവനെ എല്ലാവരും കഞ്ഞി വസ്ത്രവും കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കഞ്ഞി വസ്ത്രമൊക്കെ കുടിക്കുകയാണ്. ആ പ്ലാവലയിലൊക്കെയാണോ കുടിക്കുന്നത്? ഗണപതിയാണ്ടേ കഞ്ഞി വസ്ത്രം കുടിക്കുമോ? ചേച്ചി കഞ്ഞി കുടിക്കുന്നുണ്ടോ? കണ്ടില്ലേ, ഞാൻ കുറെ നേരം കൊണ്ട് നോക്കി നടക്കുമായിരുന്നു. അപ്പൊ എല്ലാരും കഞ്ഞി കുടിക്കുന്ന തിരക്കിലാണ്. കണ്ടോ, ശാന്തിയെ കഞ്ഞി കുടിക്കുമോ? മടി കഞ്ഞി കുടിച്ചു. കൂട്ടാഴ്ച. അത് ശരി, നമ്മൾ പറഞ്ഞിട്ടെടുക്കുമല്ലോ. ഞങ്ങളിങ്ങനെ എല്ലാവരും കഞ്ഞി വസ്ത്രമൊക്കെ കഴിച്ച് നമ്മൾ പ്രാർത്ഥനയിലേക്ക് നീങ്ങുകയാണ്. സമാധിയൊക്കെ കഴിഞ്ഞ് കസേരയും ഡെസ്കും ബെഞ്ചും എല്ലാം മന്ദിരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്.